ജീവമാതാ കാരുണ്യഭവനിലെ നടത്തിപ്പുകാരിയായ ഉദയ ഗിരിജ തന്റെ മകൻ വിഷ്ണുവിനെ കൊണ്ട് അന്തേവാസിയായിരുന്ന അനാമികയെ വിവാഹം കഴിപ്പിച്ചത് വലിയ വാർത്തയായിരുന്നു. കഴിഞ്ഞ വർഷമാണ് ഇരുവരും ആദ്യത്തെ കുഞ്ഞ് പിറന്നതും. യൂട്യൂബ് വ്ളോഗുകളുമായി സജീവമായി സോഷ്യൽ മീഡിയ ഉപയോക്താക്കൾക്ക് ഏറെ സുപരിചിതരാണ് അനാമികയും വിഷ്ണുവും. ഇപ്പോഴത്തെ മക്കളുടെ ആദ്യ വിഷു ഗംഭീരമാക്കിയതിനെ പറ്റി എല്ലാം തന്നെ വാചോലമായി സംസാരിക്കാൻ എത്തിയിരിക്കുകയാണ് ഇരുവരും. തനിക്ക് കുട്ടിക്കാലത്ത് നഷ്ടമായത് മക്കൾക്ക് കിട്ടുന്നത് കാണുമ്പോൾ അതിയായ സന്തോഷം തോന്നുന്നുവെന്ന് അനാമിക പറയുന്നു. എൻ്റെ കുട്ടിക്കാലത്ത് എനിക്ക് നഷ്ടമായതും എൻ്റെ ഒരുപാട് സ്വപ്നങ്ങളായിരുന്നു, ഒരുപാട് സുഖങ്ങളായിരുന്നു. സുഖങ്ങൾ തേടിപ്പോയപ്പോൾ ഇല്ലാതായത് ആ അച്ഛൻ്റെ സ്നേഹമായിരുന്നു. അന്ന് അനുഭവിച്ച ശൂന്യത എത്ര വലുതാണെന്ന് എനിക്കറിയാം. പക്ഷെ ഇന്ന് എൻ്റെ മകൾ അവളുടെ അച്ഛൻ്റെ കൈപിടിച്ച് നടക്കുമ്പോൾ ആ സ്നേഹം അവൾക്ക് വേണ്ടോളം കിട്ടുന്നത് കാണുമ്പോൾ എൻ്റെ ഉള്ള് നിറയുകയാണ്. എനിക്ക് കിട്ടാതെ പോയത് അവൾക്ക് ലഭിക്കുന്നുണ്ടല്ലോ. ആ തിരിച്ചറിവാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. ചിലർ സ്വന്തം സന്തോഷങ്ങൾ തേടി പടിയിറങ്ങുമ്പോൾ തകർന്നു പോയൊരു ബാല്യം എനിക്കുണ്ടായിരുന്നു. അച്ഛൻ്റെ സ്നേഹം എന്താണെന്നറിയാതെ വളർന്നവൾ. പക്ഷെ കാലം എനിക്കായി കാത്തുവെച്ച വലിയൊരു സമ്മാനമാണ് എൻ്റെ മകൾ. എനിക്ക് നഷ്ടപ്പെട്ട അച്ഛൻ സ്നേഹം അവൾക്ക് അവളുടെ അച്ഛനിലൂടെ തിരികെ കിട്ടുന്നത് കാണുമ്പോൾ പഴയ മുറിവുകളെല്ലാം ഉണങ്ങുന്നത് പോലെ തോന്നുകയാണ്. അവൾ സന്തോഷവതിയാണ്, അതുകൊണ്ട് ഞാനും എന്നായിരുന്നു അനാമിക പങ്കിട്ട കുറിപ്പിൽ വ്യക്തമാക്കിയത്. ഉണ്ണിമുള്ള ആദ്യത്തെ വിഷു എന്ന ക്യാപ്ഷൻ നൽകിയാണ് വ്ലോഗിൽ അനാമികയും പങ്കിട്ടത്. ഉണ്ണിമുള്ള ആദ്യത്തെ വിഷു ആയതുകൊണ്ട് തന്നെ ഒത്തിരി സന്തോഷമുണ്ടായിരുന്നു. താൻ വിചാരിച്ചതുപോലെ അവളെ കണി കാണിക്കാൻ പറ്റിയെന്നെല്ലാം തന്നെ തുറന്നു പറയുന്നു. ഞാൻ കണി കാണുന്നതിന് ഇടയ്ക്ക് മോള് ഉണരുമോ, കണി കുളമാകുമോ എന്നെല്ലാം ഭയന്നിരുന്നു. പക്ഷെ ഞാൻ എല്ലാം തയ്യാറാക്കിയ ശേഷമാണ് മോൾ ഉണർന്നത്. വിഷുക്കണി കണ്ട ശേഷം അമ്പലത്തിലും പോയിരുന്നു. കുഞ്ഞ് കരച്ചിലായതുകൊണ്ട് അതൊന്നും വ്ലോഗിൽ പകർത്താൻ കഴിഞ്ഞില്ല. ടെസ്റ്റിങ്ങിൽ അമ്മയുടെ അടുത്തേക്ക് പോവുകയാണ് ഞങ്ങൾ. അവിടെയാണ് മോളുടെ ആദ്യത്തെ വിഷു സദ്യ. ഒത്തിരി അമ്മമാരും ഉണ്ണിമോളെ സ്വന്തം അമ്മൂമ്മയും അവിടെ എല്ലാവരും ഉണ്ട്. ഞങ്ങൾ വിഷു സദ്യ കഴിച്ച് ഹോട്ടലിൽ നിന്നായിരുന്നു. വിഷു സദ്യ ഒരുക്കുക എന്നത് ഒറ്റയ്ക്ക് നടക്കുന്ന കാര്യമല്ലല്ലോ. മക്കളെ അമ്മയെ ഏൽപ്പിച്ചു. മോളില്ലാതെ കുറേ നാളുകൾക്ക് ശേഷമാണ് ഞങ്ങൾ മാത്രമേ അല്പം സമയം ചിലവഴിക്കുന്നത്. ഞങ്ങൾ ചില പ്ലാനുകൾ ഉണ്ടെങ്കിലും അതൊന്നും തന്നെ നടന്നില്ല. എങ്കിലും ചെറിയ രീതിയിൽ വിഷു അടിച്ചു പൊളിച്ചു എന്നാണ് അനാമികയും വെളിപ്പെടുത്തുന്നത്. നിങ്ങൾക്ക് അനാമികയും വിഷ്ണുവിനും ഇഷ്ടമുള്ള കാര്യം വീഡിയോയിൽ താഴെ കമന്റ് ചെയ്ത് പറയുക. വാർത്തകളും വിശേഷവും എത്രയും പെട്ടെന്ന് അറിയാൻ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സ്.